ഗൈസ്. ഹലോ ഗൈസ്. നമ്മളപ്പോൾ കോഴിക്കോട് പോവാണ്. ഇനി അടുത്ത 3 ദിവസം അവിടെയാണ്. നിങ്ങൾ വരുന്നോ ഞങ്ങളുടെ കൂടെ? എന്തിനാ പോണേ എന്ന് പറയുന്നത് ഒരു വോളണ്ടിയർ പ്രോഗ്രാമിന് വോളണ്ടിയർ ആയിട്ട് പോവാണ്. വോളണ്ടിയർ പ്രോഗ്രാം അല്ല, ഒരു NIT-യിലെ ഒരു രാഗം ഫെസ്റ്റിവലാണ്. അപ്പോൾ അതിൽ നമ്മൾ വോളണ്ടിയർ ആയിട്ട്. അപ്പം ഇനി കോഴിക്കോട് വെച്ച് കാണാം. ബൈ. ഞങ്ങളപ്പോൾ കോഴിക്കോടിലേക്കുള്ള യാത്രയുടെ ഇടയിൽ നമ്മൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട കുറച്ച് കുട്ടികളാണിത്. പിന്നെ ആവണി ഭയങ്കരമായിട്ട് കമ്പനിയായിട്ട് കാത്തും എല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു, കാർട്ടൂണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരതിൽ ലയിച്ച് അവളുടെ കൂടെ ഇരുന്ന് ആസ്വദിച്ച് കാണുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. ഇതാണോ വേണ്ടത്? ഇതാണോ ഇഷ്ടം? ഗൈസ്, അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് സക്സസ്ഫുള്ളി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി വേണം നമുക്ക് ഇനി 3 ദിവസം ഇവിടെയാണ് ഞങ്ങൾ. ഇനി 3 ദിവസം ഇവിടെയാണ് ഗൈസ്. അതെ ഗൈസ്, നിങ്ങളും 3 ദിവസം ഞങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യും. നമുക്ക് പണിയുണ്ട്, വർക്കിനാണ് വന്നിരിക്കുന്നത്. എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമല്ല, എക്സ്പ്ലോറും ചെയ്യും ഞങ്ങൾ. പക്ഷേ സെറ്റാണ്. ഞങ്ങളങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി പാളയം ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് പിന്നെ ബസ് പിടിച്ച് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ NIT വന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങളുടെ അക്കോമഡേഷനിലോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഇന്ന് നമുക്ക് ഡ്യൂട്ടി ഇല്ല, നാളെ മുതലാണ് ഡ്യൂട്ടി. അപ്പം ഇന്ന് റൂമിൽ പോയി വന്ന ക്ഷീണം റെസ്റ്റ് എടുക്കാനാണ് ചെയ്യണം. യെസ്, അതാണ് ഇനി അടുത്ത പ്ലാൻ. അങ്ങനെ ഞങ്ങൾ റൂമെത്തി ഗൈസ്. റൂം കാണണ്ടേ? സത്യം പറഞ്ഞാൽ വയ്യ ഗൈസ്. ഒരു ബസ് കയറി വന്നതാ, ട്രെയിൻ കയറി കാലിക്കറ്റ് വന്നു. അവിടെ നിന്ന് പിന്നെ ബസ് കയറി ഇങ്ങോട്ട് വന്നു. ഭയങ്കര ടയർഡ്. ആവണിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം. എന്റെ കണ്ണൊക്കെ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ചത്തു. അത് ഇന്ന് നമ്മൾ ഇനി ഫുള്ള് റെസ്റ്റാണ്. അത് കഴിഞ്ഞ് ഇനി നാളെ മുതൽ വർക്കിന് കയറണം, ഡ്യൂട്ടി ഉണ്ട്. ബൈ. ഹായ് ഗൈസ്. ഇപ്പം ഞങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. നിങ്ങൾ ഞെട്ടും. ഒരു ഓട്ടോ പോലും ഇല്ലടാ, ഒരു ഓട്ടോ പോലും. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കണ്ടോ, ഭയങ്കര ഇരുട്ടാണ്. ഇവിടെ വഴിയിലൊന്നും ആൾക്കാരൊന്നും ഇല്ല. ഞങ്ങൾ 2 സ്ത്രീകൾ ഒറ്റയ്ക്ക് പോവുകയാണ്. അതെ, ലൈറ്റ് അടി, വെളിച്ചമില്ല, ഫ്ലാഷ് അടിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 0 ലൈറ്റ്, വെളിച്ചമൊന്നുമില്ല. അവസ്ഥയാണ് ഗൈസ്. അതെ, ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. അതെ, ഓട്ടോയ്ക്ക് വേണ്ടി കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ഓട്ടോ ഒന്നുമില്ല. നടന്ന് നമ്മളിപ്പോൾ കുറേ കിലോമീറ്റർ നടന്നു. ഇനി അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോലെ തന്നെ നടക്കണം. യെസ്, അതടുത്ത ടാസ്ക്. എൻ്റെ നോക്കി കാണിക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടെ NIT-യിലെ ഒരു ഫെസ്റ്റിവൽ, രാഗം ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് വന്നതാണ് വോളണ്ടിയേഴ്സായിട്ട്. നമുക്ക് 3 ദിവസം ഡ്യൂട്ടി ഉണ്ട്. നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസം, വെള്ളി ശനി ഞായർ 3 ദിവസമാണ് ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് അക്കോമഡേഷൻ റൂമൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് അവർ. അവിടെയാണ് നമ്മൾ സ്റ്റേ. ഇപ്പോൾ കോഴിക്കോട് എവിടെയാണ് നമ്മൾ? മുക്കം പോണ വഴിക്ക്, മുക്കം പോണ വഴിക്ക് ഉള്ള ഒരു സ്ഥലത്താണ് NIT. അവിടെയാണല്ലോ, കുന്നമംഗലമൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. സോ അപ്പോൾ റൂമിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങി. റൂമിൽ പോയി ഫ്രഷൊക്കെ ആയി. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് പിന്നെ തിരിച്ച് നമ്മൾ റൂമിൽ പോവും. എന്നിട്ട് നാളെ മുതൽ നമ്മൾ ഫ്രഷായിട്ട് നാളെ മുതൽ വർക്കിന് കയറും. യെസ്, ഡ്യൂട്ടി കയറും. അപ്പം നാളെ മുതൽ എൻ്റെ NIT-യിലെ നമ്മുടെ ടീഷർട്ടൊക്കെ ഇട്ടുള്ള നമ്മുടെ വ്ളോഗൊക്കെ വരുന്നുണ്ട്, എല്ലാം കാണണം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഹൈദരാബാദ് ബിരിയാണി, നമ്മൾ നാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ടിക്ക, ഇതെല്ലാമാണ് ഓർഡർ ചെയ്തത്. അൺബോക്സ് ചെയ്തു. അതെ, ഹൈദരാബാദി ബിരിയാണി ആദ്യം എടുത്തു.
നല്ല ആംബിയൻസ് അല്ലേ ഇവിടെ? അതെ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് കേൾക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ബിരിയാണി? എൻ്റെ ഞാനോ കഴിക്കും. പിന്നെ നമ്മളെ ചിക്കൻ ചിക്ക റൈസ്. അപ്പോൾ ഹൈദരാബാദി ബിരിയാണി നല്ല ടേസ്റ്റ്. ആവണി മോളെ, മോളെ വയ്യ ഗൈസ്, ഇനി കഴിക്കാൻ വയ്യ. ഒരു ആവേശത്തിനെല്ലാം കൂടെ ഓർഡർ ചെയ്തു വാങ്ങിയതാ. ഇനി നമ്മളിത് പാർസൽ ചെയ്ത് കൊണ്ട് റൂമിൽ പോയി കഴിക്കും. ഇനി സ്ഥിരം പരിപാടി. യെസ്, ഇനി രാത്രി എന്തായാലും വിശക്കും, അപ്പോൾ നമ്മൾ കഴിക്കും. യെസ്, അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പാർസൽ ചെയ്ത ഫുഡ് പോയി റൂമിൽ വിശക്കുമ്പോൾ എടുത്ത് കഴിക്കും. എന്നിട്ട് കിടന്നുറങ്ങും. പിന്നെ രാവിലെ 5 ഡ്യൂട്ടിക്ക്. നാളെ മുതൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ വരാം.